ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ യുദ്ധത്തിന്റെ കനലുകൾ പുകയുമ്പോൾ സാധാരണയായി സംഭവിക്കാറുള്ളത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ കൂട്ടപ്രവാഹമാണ്. എന്നാൽ ചരിത്രപരമായ ഈ രീതികളെ തിരുത്തിക്കുറിക്കുന്ന കാഴ്ചയാണ് നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ദൃശ്യമാകുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മുറുകുന്നതും അതിൽ അമേരിക്ക ഭാഗമാകുന്നതും ലോക സമ്പദ് വ്യവസ്ഥയെ വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരേണ്ടതാണെങ്കിലും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ കടുത്ത നിലപാടുകളും ഡോളറിൻ്റെ അപ്രതീക്ഷിത കരുത്തും സ്വർണത്തിൻ്റെ തിളക്കം കുറച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സ്വർണ്ണ ഉപഭോഗം കൂടുതലുള്ള വിപണികളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ നിർണായകമാണ്. അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ ലോകവിപണിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ആഗോള നിക്ഷേപകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പലിശ നിരക്ക് കുറയുമെന്നും അതുവഴി സ്വർണ്ണവില വർദ്ധിക്കുമെന്നും കണക്ക് കൂട്ടിയിരുന്നവർക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയായി. പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമ്പോൾ നിക്ഷേപകർ പലിശ ലഭിക്കാത്ത സ്വർണത്തിൽ നിന്ന് പണം പിൻവലിക്കുകയും കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുന്ന US ട്രഷറി ബോണ്ടുകളിലേക്കും അതുപോലെ ഡോളറിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്വർണ്ണവിലയിൽ പെട്ടെന്നുണ്ടായ ഇടിവിന് പ്രധാന കാരണം. US ഡോളർ ഇൻഡെക്സ് 100 പോയിന്റിന് മുകളിലെത്തിയത് സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത ചില അസാധാരണ നടപടികളും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നത് തടയാനായി അദ്ദേഹം 100 വർഷം പഴക്കമുള്ള ജോൺസ് ആക്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. 1920 വുഡ്രോ വിൽസൺ കൊണ്ടുവന്ന ഈ നിയമമനുസരിച്ച് US തുറമുഖങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കം അമേരിക്കൻ കപ്പലുകൾ വഴി മാത്രമേ നടത്താവൂ എന്ന നിബന്ധനയുണ്ട്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതോടെ എണ്ണയുടെയും മറ്റ് ഇന്ധനങ്ങളുടെയും വിതരണം സുഗമമാക്കാൻ ട്രംപ് ഈ നിയമത്തിൽ ഇളവ് നൽകി. യുദ്ധം കാരണം എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതും വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കുതിക്കുന്നത് ആഗോളതലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ഭീതി നിലനിൽക്കുന്നു. പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് തടയാൻ ഫെഡറൽ റിസർവ് സ്വീകരിക്കുന്ന കർക്കശ നിലപാടുകൾ ട്രംപിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലോ രാഷ്ട്രീയമായി നിർണായകമായ ഘട്ടങ്ങളിലോ പലിശ നിരക്ക് കുറച്ച് വിപണിയിൽ പണമൊഴുക്ക് കൂട്ടാനാണ് ഭരണകൂടങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ കേന്ദ്ര ബാങ്ക് അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം ഉയർത്തിപ്പിടിച്ച് പണപ്പെരുപ്പം കുറയ്ക്കാനാണ് മുൻഗണന നൽകുന്നത്. ഈ ഏറ്റുമുട്ടൽ വിപണിയിൽ വലിയ തോതിലുള്ള വൊളാറ്റിലിറ്റി അഥവാ അസ്ഥിരത സൃഷ്ടിക്കുന്നു. സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,800 നിലവാരത്തിലേക്ക് താഴ്ന്നത് വലിയൊരു തിരുത്തലായിട്ടാണ് വിദഗ്ധർ കാണുന്നത്. ഒരു ഘട്ടത്തിൽ $200 താഴ്ന്ന വില പിന്നീട് നേരിയ തോതിൽ തിരിച്ചു പിടിച്ചെങ്കിലും വിപണി ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. എണ്ണവിലയിലെ വർധനവും സ്വർണ്ണവിലയിലെ ഇടിവും തമ്മിൽ ഒരു പരോക്ഷ ബന്ധമുണ്ട്. എണ്ണവില കൂടുമ്പോൾ അത് ചരക്ക് ഗതാഗതത്തെയും നിർമ്മാണ മേഖലയെയും ബാധിക്കുകയും പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പണപ്പെരുപ്പം നേരിടാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുകയോ ഉയർന്ന നിരക്കിൽ തന്നെ നിലനിർത്തുകയോ ചെയ്യും. ഇത് ഡോളറിന് കരുത്ത് പകരുകയും സ്വർണത്തിന് വിനയാകുകയും ചെയ്യുന്നു. എന്നാൽ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ഇറാനിലെ ബുഷഹർ ആണവ നിലയം പോലെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്താൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരാറിലാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ നിക്ഷേപകർ വീണ്ടും സ്വർണത്തെ അഭയം പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യവും തള്ളിക്കളയാനാകില്ല. അന്താരാഷ്ട്ര ആറ്റോമിക് ഏജൻസിയുടെ മുന്നറിയിപ്പുകൾ ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ വിപണിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവിലയിലെ ഈ കുറവ് ആശ്വാസകരമാണ്. വിവാഹ സീസണുകളിലും മറ്റും വില കുറയുന്നത് സാധാരണക്കാർക്ക് വലിയ സഹായകരമാകും. എന്നാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവ് പ്രാദേശികമായി പ്രതിഫലിക്കുന്നത് തടഞ്ഞേക്കാം. ആഗോള വിപണിയിലെ വൻ ഇടിവ് അതേപടി കേരളത്തിൽ ലഭിക്കണമെങ്കിൽ രൂപ കരുത്താർജിക്കേണ്ടതുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഗ്രാമിന് വലിയൊരു തുക കുറയാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. നിക്ഷേപകർ ഈ ഘട്ടത്തെ ഒരു വാങ്ങൽ അവസരമായി കാണുന്നുണ്ടെങ്കിലും യുദ്ധത്തിന്റെ ഗതി അനുസരിച്ച് വിപണി ഇനിയും താഴേക്ക് പോകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ചുരുക്കത്തിൽ തോക്കുകളും മിസൈലുകളും കൊണ്ട് നടക്കുന്ന യുദ്ധത്തേക്കാൾ ഭീകരമായ ഒന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിപണിയിൽ നടക്കുന്നത്. എണ്ണവില നിയന്ത്രിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഒരു വശത്ത് ഭരണകൂടങ്ങളെങ്കിൽ മറുവശത്ത് രൂപയുടെയും ഡോളറിൻ്റെയും മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാരൻ്റെ സമ്പാദ്യത്തെ ബാധിക്കുന്നു. സ്വർണ്ണവിലയിലെ നിലവിലെ ഇടിവ് താൽക്കാലികമാണോ അതോ ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണോ എന്നത് വരും ദിവസങ്ങളിലെ യുദ്ധവാർത്തകളെയും ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. വരാനിരിക്കുന്ന മാസങ്ങളിൽ പണപ്പെരുപ്പം കൂടുമെന്ന ബാങ്കിൻ്റെ വിലയിരുത്തൽ ശരിയാവുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ വീണ്ടും ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള സ്ഥാനം എന്നും നിലനിൽക്കുമെങ്കിലും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം നിക്ഷേപകരെ അതീവ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്നു.
കൃത്യമായ ഇടവേളകളിൽ വിപണി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണ്ണവിലയിലെ ഈ ഇടിവ് എത്രത്തോളം താഴേക്ക് പോകും എന്നതിനേക്കാൾ ഈ വിലക്കുറവ് വിപണിയിൽ പുതിയൊരു ഡിമാൻഡ് സൃഷ്ടിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.